മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ കുട്ടികളെ നാളെ ഉച്ചയോടെ നാട്ടിലെത്തിക്കും. മുംബൈ പോലീസിന്റെയും മലയാളം സമാജം പ്രവർത്തകരുടെയും സഹായം ആശ്വാസമായെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. അന്വേഷണ സംഘം കുട്ടികളുമായി നാളെ 12 മണിയോടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. കോടതി നടപടികൾ പൂർത്തിയാക്കി രക്ഷിതാക്കൾക്കുൾപ്പെടെ കൗൺസിലിംഗ് നൽകിയതിനു ശേഷമായിരിക്കും വീട്ടിലേക്ക് അയക്കുക. കുട്ടികളുടെ ഫോൺ ട്രാക്ക് ചെയ്യാനായത് കണ്ടെത്താൻ സഹായകമായെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കുട്ടികൾക്ക് സഹായം നൽകിയ യുവാവിൻ്റെ കൂടി മൊഴിയെടുക്കും. എനിവേസ് ഒരു ഗ്രൂപ്പ് എഫേർട്ട് ആയിരുന്നു. അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തിരിച്ച് വരാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പേർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ആസ് ഓഫ് നൗ ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. മുംബൈ പോലീസിന്റെയും മലയാളം സമാജം പ്രവർത്തകരുടെയും സഹായം ആശ്വാസമായെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കുട്ടികളെ കണ്ടെത്തിയതിലെ ആശ്വാസം ഷഹദയുടെ പിതാവ് നസീർ പങ്കുവച്ചു. രാത്രി 2 മണിക്ക് തന്നെ DSP ആർ വിളിച്ചിരുന്നു, അജയ് സാറൊക്കെ വിളിച്ചിരുന്നു. കുട്ടീനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാത്രി വീഡിയോ കോളിൽ സംസാരിച്ച് അവർ സുരക്ഷിതമാണെന്ന് അവർ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അവരിങ്ങനെ മുടി സ്ട്രെയിറ്റായും ജയിക്കണയിലൊക്കെ നമ്മൾ സമ്മതം കൊടുക്കാറില്ല. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ആണ് ആഗ്രഹം. എന്തിനാണ് കുട്ടികൾ വീട് വിട്ടിറങ്ങിയതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.